25 മെയ് 2024 വീണ്ടും മുയലുകളെ വളർത്തി തുടങ്ങി. ഖത്തർ പോകുന്ന സമയത്ത് ഉള്ള മുയലുകളൊക്കെ ഒഴിവാക്കിയതിന് ശേഷം വന്ന ശേഷം വീണ്ടും തുടങ്ങിയായിരുന്നു. ഇത് കാപ്പാട് ഏരിയയിൽ നിന്ന് കിട്ടിയ മുയലുകളായിരുന്നു. വലിയ ആരോഗ്യമൊന്നുമില്ലാത്ത 3 ആൺമുയലായിരുന്നു. അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം ഭക്ഷണങ്ങളൊക്കെ കൊടുത്ത് ആരോഗ്യം വരുത്തിയതിന് ശേഷം എന്താക്കി, ഇതിനെ കൊളക്കാട് ചിക്കൻ ഷോപ്പ് കൊണ്ട് കൊടുത്തു. കട്ട് ചെയ്ത് അതിനെ റോസ്റ്റ് ചെയ്തു. അപ്പോൾ റോസ്റ്റ് ചെയ്തതിന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിൽ കൊടുക്കുന്നുണ്ട്. അതെല്ലാം കൂടി കൊടുക്കുമ്പോൾ വലിയൊരു വീഡിയോ ആയി പോകും. അപ്പോൾ ഇൻഗ്രീഡിയൻസ് കൊടുക്കാം, പിന്നെ റോസ്റ്റാക്കി ഹായ് ഫ്രണ്ട്സ്, ഇന്ന് 10 ജൂലൈ 2024. ഇന്നിപ്പോൾ ഇതാ ഒരു മുയലും കൂടും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കാട്ടിൽപ്പീടിയ ഓട്ടോ സ്റ്റാൻഡിലുള്ള നമ്മളെ ലോഹിക്കാരൻ്റെ ഫൈസലിൻ്റെ കെയർ ഓഫ് കിട്ടിയാണ്. അപ്പോൾ ഇത് ഞാൻ പോയി എടുക്കാൻ വേണ്ടി പോയ സമയത്ത് അവർ പറഞ്ഞു, ഇത് നിങ്ങൾ വെറുതെ കൊണ്ടുപോയിക്കോ, ഇതിന് നല്ലപോലെ പോറ്റിയാൽ മതി എന്ന് പറഞ്ഞു. ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് വയ്യ ഇടാം. ഓക്കെ. ഇത് കഴിഞ്ഞ മാർച്ച് 7 നമ്മുടെ ഒരു കാട്ടിൽപ്പീടിയുള്ള ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ കെയർ ഓഫിന് കിട്ടിയൊരു അങ്കോറ മുയലായിരുന്നു. അപ്പോൾ ഇതും കൂടും കൂടി ഞാൻ കാട്ടിൽപ്പീടിയിൽ പോയിട്ട് എടുത്തു കൊണ്ടുവന്നതാണ്. അപ്പോൾ അതിന് ചെറിയൊരു പൈസയെ കൊടുത്തിട്ടുള്ളൂ. മുയലിന് പൊതുവെ ഡിമാൻഡില്ലാത്ത സമയമായിരുന്നു. അപ്പോൾ അതിനൊരു ചെറിയൊരു പൈസ കൊടുത്തു, അതിനെ വാങ്ങിക്കൊണ്ടുവന്നു. അപ്പോൾ ഈ മുയലിപ്പോൾ നമ്മളെ കയ്യിലുണ്ട്. നേരത്തെ ആൺമുയലും അതിൽ മാറ്റിക്കൊണ്ടുവന്ന മുയലാണിത്. അപ്പോൾ അതിൽ നിന്നുണ്ടായ കുട്ടികളാണ് ഈ അങ്കോറക്കും ഇപ്പോൾ നേരത്തെ കാണിച്ച മുയലിനും ഉണ്ടായ കുട്ടികളാണ്. ഇത് കുട്ടികൾ 1 മാസം കഴിഞ്ഞ സമയത്ത് പാണ്ടോരെ കൊണ്ടുപോയി വിറ്റു. അപ്പം നമ്മുടെ അടുത്തുള്ള മുയലുകൾ ഈ ഒരു അങ്കോറ ക്രോസ് ബ്രീഡ് മുയലുമുണ്ട്. പിന്നെ ഡച്ച് ഇനത്തിൽപ്പെട്ട ക്രോസ് ബ്രീഡ് മുയലുമുണ്ട്. പിന്നെ വൈറ്റ് ജയൻ്റ് ഇനത്തിൽപ്പെട്ട ക്രോസ് ബ്രീഡ് മുയലുകളുണ്ട്.